നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരളം കാത്തിരുന്ന വിധി ഇന്നലെ വന്നു. കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും നിരാശയായിരുന്നു വിധി. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ കേസിൽ കുരുക്കിയ മഞ്ജുവിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. നിയമ നടപടിയുടെ സാധ്യതകൾ ദിലീപ് ആരായുകയാണ്. മാത്രമല്ല, ദിലീപിന് മഞ്ജുവിനോടുള്ള പക കോടതി പരിസരത്ത് വ്യക്തമാക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരോട് ദിലീപ് പറഞ്ഞത് മഞ്ജു വാര്യർ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞതാണ് തന്നെ തകർക്കാനുള്ള കാരണം എന്നാണ്. പൾസർ സുനിയെ തനിക്കറിയില്ലെന്നും ദിലീപ് ആവർത്തിച്ചു. അപ്പോൾ പിന്നെ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ആരാണ്? ഈ ചോദ്യത്തിന് ദിലീപിനെ നടുക്കിക്കൊണ്ട് പൾസർ സുനിയുടെ വാക്കുകൾ തന്നെ വന്നിരിക്കുന്നു. പൾസർ സുനി ജാമ്യത്തിലായിരുന്ന സമയത്ത് ദി ന്യൂസ് മിനിറ്റ് എന്ന ഇംഗ്ലീഷ് മാധ്യമം അയാളുമായി നടത്തിയ അഭിമുഖത്തിലാണ് ദിലീപ് തന്നെയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് പൾസർ സുനി ആവർത്തിച്ചത്. ദിലീപ് തനിക്ക് കൊട്ടേഷൻ നൽകുകയായിരുന്നു. അതിൻ്റെ കാരണവും പൾസർ സുനി പറയുന്നുണ്ട്. ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യരോട് ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള രഹസ്യ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണമായി. മഞ്ജു വാര്യരും ദിലീപും അകന്നു. ഈ വൈരാഗ്യമാണ് ദിലീപിനെ കൊണ്ട് തനിക്ക് കൊട്ടേഷൻ നൽകിച്ചത് എന്നാണ് ദി ന്യൂസ് മിനിറ്റ് എന്ന ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ വിശദമായ അഭിമുഖത്തിൽ പൾസർ സുനി പറയുന്നത്. കൊട്ടേഷൻ കാര്യക്ഷമമായി നിർവഹിച്ചതിൽ തനിക്ക് ഒരു കുറ്റബോധവും ഇല്ലെന്നും ആരെങ്കിലും സഹായിക്കാൻ പറഞ്ഞാൽ സഹായിക്കുന്ന ലോല മനസ്സാണ് തൻ്റേതെന്നും പൾസർ സുനി പറഞ്ഞു. ദിലീപിൻ്റെ ഭാര്യ കാവ്യ മാധവനും ദിലീപിൻ്റെ സഹോദരനും തന്നെ കൊണ്ട് പല ഇടപാടുകളും നടത്തിയിട്ടുണ്ടെന്ന ദുസൂചനയും പൾസർ സുനി ഈ അഭിമുഖത്തിൽ പുറത്തുവിടുന്നുണ്ട്. ഇന്നലെ പൾസർ സുനി വളരെ നിർവികാരനായിട്ടാണ് കാണപ്പെട്ടത്. കേസിൻ്റെ വിധി അയാൾ പ്രതീക്ഷിച്ചിരുന്നു. മാധ്യമങ്ങൾ ഒഴിഞ്ഞു പോയപ്പോൾ സുഹൃത്തിനോട് മദ്യം വാങ്ങി വരാൻ ആവശ്യപ്പെട്ടതായും വാർത്തയുണ്ട്. എന്തായാലും പൾസർ സുനിയുടെ ഈ വെളിപ്പെടുത്തൽ ദി ന്യൂസ് മിനിറ്റ് എക്സ്ക്ലൂസീവായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. അത് ദിലീപിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അതിജീവിതയെ അനുകൂലിച്ചിരുന്ന പല ചാനലുകളും ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് പ്ലേറ്റ് മാറ്റി മറുകണ്ഠം ചാടി രംഗത്ത് എത്തിയിട്ടുണ്ട്. നിരവധി ചാനലുകൾ അതിജീവിതയെ അനുകൂലിച്ചു കൊണ്ടുനിന്ന ചാനലുകളൊക്കെ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് സ്വഭാവം മാറിമറിയുന്ന കാഴ്ച കേരളം കണ്ടു. പ്രത്യേകിച്ചും ഓൺലൈൻ ചാനലുകൾ ദിലീപിനെ ഹീറോ ആയി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു ഓൺലൈൻ ചാനലുകൾ. എന്തായാലും ദിലീപ് ഈ കേസിൽ നിന്ന് അടുത്തിടെയൊന്നും മുക്തനാവില്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന സൂചന. സർക്കാർ അപ്പീലിന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിധി പകർപ്പ് ഡീറ്റെയിൽഡായി പഠിച്ച ശേഷം അപ്പീലിന് പോകാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോട് അതിജീവിത ഈ വിധിയിൽ അതൃപ്തയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മന്ത്രി P. രാജീവ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പറഞ്ഞു. ഈ കേസ് ആദ്യം അന്വേഷിച്ച ADGP B. സന്ധ്യ ഇപ്പോൾ റിട്ടയറായി. B. സന്ധ്യയുടെ വെളിപ്പെടുത്തലും നിർണായകമാണ്. അവർ പറയുന്നത് ഈ കേസിൽ പ്രോസിക്യൂഷൻ എവിടെയോ പരാജയപ്പെട്ടു പോയി എന്നാണ്. കൃത്യമായ എവിഡൻസ് ഹാജരാക്കിയിരുന്നു പോലീസ്. പക്ഷേ ആ എവിഡൻസ് കൃത്യമായി പ്രയോഗിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് സന്ധ്യ പറഞ്ഞത്. എന്തായാലും ദിലീപിൻ്റെ കേസ് റെയിൽവേ പാളം പോലെ ഇനിയും നീളും. അതിനിടയിൽ തൻ്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് തനിക്കെതിരെ നിലപാടുകളെടുത്ത ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും ADGP സന്ധ്യക്കെതിരെ ഓൺലൈൻ മാധ്യമങ്ങളും പ്രധാന റിപ്പോർട്ടറടക്കമുള്ള മാധ്യമങ്ങൾക്കെതിരെയും ADGP സന്ധ്യക്കെതിരെയും ബൈജു പൗലോസിനെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലോസിനെതിരെയും ഒക്കെ നിയമ നടപടിക്ക് ദിലീപ് ഒരുങ്ങുന്നത്. മഞ്ജു വാര്യരെ സമൂഹ മധ്യത്തിൽ താറടിക്കാൻ വേണ്ടിയാണ് ദിലീപ് ഈ കേസിൻ്റെ വിധി വന്ന ഉടനെ മഞ്ജു വാര്യരെ ഇതിലേക്ക് വലിച്ചു വെച്ചത്.
മഞ്ജു വാര്യരും ദിലീപും വേർപിരിഞ്ഞ ശേഷം ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് അകന്നു നിന്നു. ആ സമവായമാണ് ദിലീപ് ഇന്നലെ തെറ്റിച്ചത്. മഞ്ജുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ദിലീപ് അറ്റാക്ക് തുടങ്ങി. എന്തായാലും മഞ്ജു വാര്യരും അന്വേഷണ ഉദ്യോഗസ്ഥരും വളരെ ജാഗ്രതയോടെയാണ് ദിലീപിൻ്റെ നീക്കത്തെ കാണുന്നത്. എത്രയും പെട്ടെന്ന് അപ്പീലുമായി കോടതിയിൽ പോകാനുള്ള ഹൈക്കോടതിയിൽ പോകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതിജീവിതയ്ക്കൊപ്പം നിന്നതോടെ സർക്കാരിന് പുതിയ ഒരു ഇമേജ് ലഭിച്ചിരിക്കുന്നു. അതിജീവിതയ്ക്ക് വേണ്ടി സർക്കാർ അപ്പീലിന് പോയി കഴിഞ്ഞാൽ അത് ദിലീപിന് വലിയ കുരിശായി മാറും. ദി ന്യൂസ് മിനിറ്റിൽ പൾസർ സുനി നൽകിയ അഭിമുഖം വലിയ കുരിശായി മാറും. പൾസർ സുനി ഈ ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. ശിക്ഷ പ്രതീക്ഷിച്ച് തന്നെയാണ് പൾസർ സുനി കോടതിയിൽ എത്തിയത്. അതിനു മുമ്പ് പൾസർ സുനിയെ വിസ്താരം ചെയ്തപ്പോൾ അയാൾ അവസാനം പറഞ്ഞത് താൻ ആ കാറിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ പോലീസിൻ്റെ ശക്തമായ തെളിവുകൾ അയാളുടെ വാക്കുകൾ അവിശ്വസിക്കുന്നതിൽ കോടതിയെ കൊണ്ട് എത്തിച്ചു. എന്തായാലും 1 മുതൽ 6 വരെ പ്രതികൾക്ക് ശിക്ഷ നൽകിയതോടെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വിജയമുണ്ടെന്ന് കാണാം. പക്ഷേ ഗൂഢാലോചന കേസിൽ ദിലീപിനെ ശിക്ഷിക്കാത്തത് പോലീസിന് നിരാശയായി മാറി. ശക്തമായ തെളിവുകൾ കൈമാറിയിട്ടും എവിടെയോ എന്തൊക്കെയോ പൊരുത്തക്കേട് പ്രോസിക്യൂഷന്റെ വാദത്തിൽ വന്നുവോ എന്നത് ഇനി അറിയേണ്ട കാര്യമാണ്. ലിബർട്ടി ബഷീർ അടക്കമുള്ളവർ പബ്ലിക് പ്രോസിക്യൂഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ലിബർട്ടി ബഷീർ പറഞ്ഞത് അതിജീവിത കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു വക്കീലിനെ, സുപ്രീം കോടതിയിലുള്ള വിദഗ്ധനായ വക്കീലിനെ ഈ കേസിൽ ഉപയോഗിക്കേണ്ടതായിരുന്നു എന്നാണ്. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ കേസിനെ പറ്റി വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇന്നത്തെ ദി ന്യൂസ് മിനിറ്റ് പൾസർ സുനിയുടെ അഭിമുഖം പുറത്തുവിട്ടത്. അതിൽ പൾസർ സുനി വളരെ കാര്യക്ഷമമായി തന്നെ തൻ്റെ കുറ്റകൃത്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. കൊട്ടേഷൻ, മയക്കുമരുന്ന്, മോഷണം എന്നിവയിലൊക്കെ താൻ പ്രതിയായിരുന്നു എന്ന വളരെ ശ്രദ്ധേയമായ വെളിപ്പെടുത്തലാണ് പൾസർ സുനി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അതിജീവിതയെ തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും പൾസർ സുനി പറയുന്നു. അതിജീവിതയ്ക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയപ്പോൾ ദിലീപിനെ താൻ ഒരുപാട് വിശ്വസിച്ചുവെന്നും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി താൻ എന്തും ചെയ്യുമെന്നും ഈ ക്രിമിനൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും പൾസർ സുനിക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അയാളത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അയാളുടെ അവസാന അഭിമുഖത്തിൽ ദിലീപിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അയാൾ ജയിലിലേക്ക് മടങ്ങുന്നത്.